ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. ഒടുവിലെ കണക്ക് പ്രകാരം 77.38% പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അസാമിൽ 84%, പുതുച്ചേരിയിൽ 86.92% പോളിംഗ്. വനിതാ സംവരണ ബിൽ ചർച്ച ചെയ്യാനും പാസാക്കുന്നതിനുമായി ഈ മാസം 16-ന് പാർലമെന്റ് സമ്മേളിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലെബനിലേക്ക് നീട്ടണമെന്ന് ഇറാൻ. ആവശ്യം ഇസ്രായേലും US തള്ളിയതായി റിപ്പോർട്ട്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മെഡലുകളുമായി ചരിത്ര നേട്ടത്തിൽ ഇന്ത്യൻ വനിതകൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 77.38% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണി വരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിൽ 74.11%, കൊല്ലത്ത് 73.48%, പത്തനംതിട്ടയിൽ 68.90%, ആലപ്പുഴയിൽ 74.47% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടയത്ത് 72.18%, ഇടുക്കിയിൽ 74.55%, എറണാകുളത്ത് 77.25% വോട്ടർമാരാണ് 5 മണിവരെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തൃശൂരിൽ 74.34%, പാലക്കാട് 77.09%, മലപ്പുറത്ത് 75.70%, വയനാട് 74.72% പോളിംഗ് ശതമാനം. കോഴിക്കോട് 77.63%, കണ്ണൂരിൽ 74.83%, കാസർഗോഡ് 74.55% പേർ വോട്ട് രേഖപ്പെടുത്തി. പൂർണ്ണമായ കണക്കുകൾ പിന്നീട് അറിയാനാകും. വോട്ടെണ്ണൽ അടുത്ത മാസം 4-ന് നടക്കും. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് അവസാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ പ്രശ്നബാധിതം എന്ന് കണക്കാക്കിയിരുന്നവ അടക്കം എല്ലായിടത്തും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. പോളിംഗ് ശതമാനം സംബന്ധിച്ച പ്രാഥമിക കണക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും വിവിധ ജില്ലകളിൽ നിന്നുള്ള പൂർണ്ണമായ കണക്കുകൂടി എത്തുന്നതോടെയാവും ശതമാനം അന്തിമമായി അറിയാനാവുക. ആദ്യ കണക്ക് പ്രകാരം കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ജില്ലകളാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. മികച്ച പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് 3 മുന്നണികളും അവകാശപ്പെടുന്നത്. വോട്ടെടുപ്പ് പൂർത്തിയാക്കിയതിനെ തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇനി വിവിധ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ മെയ് 4 വരെ കനത്ത സുരക്ഷയോടെ സൂക്ഷിക്കും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടത്തിയ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76% വോട്ടിംഗ് ശതമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടെടുപ്പ് പൂർത്തിയായ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ സീൽ ചെയ്ത് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. കരുനാഗപ്പള്ളി, ഇരവിപുരം, ചവറ തുടങ്ങിയ തീരമേഖലകളിലെ മണ്ഡലങ്ങളിൽ ഇക്കുറി മെച്ചപ്പെട്ട പോളിംഗാണ് നടന്നിരിക്കുന്നത്. ഒടുവിൽ ഔദ്യോഗികമായ വിവരം ലഭിച്ചപ്പോൾ ജില്ലയിൽ 73.48% പോളിംഗാണ് നടന്നത്. കുണ്ടറയും കരുനാഗപ്പള്ളിയുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. കുണ്ടറയിൽ 75.31%, കരുനാഗപ്പള്ളിയിൽ 75.11% പോളിംഗ് നടന്നു. 68.82% പുനലൂരാണ് പോളിംഗ് ശതമാനത്തിൽ പിന്നിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 6 മണിക്ക് ശേഷവും നിരവധി പേരാണ് ക്യൂ നിന്ന് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത്. തിരൂർ, പെരിന്തൽമണ്ണ, താനൂർ, തവനൂർ തുടങ്ങി വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിശ്ചിത സമയത്തിന് ശേഷവും ബൂത്തുകളിൽ സ്ത്രീകളടക്കം ഒട്ടേറെ പേർ തങ്ങളുടെ ജനാധിപത്യ അവകാശം നിർവഹിക്കാൻ കാത്തുനിൽക്കുകയുണ്ടായി. ജില്ലയിൽ 75% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പറയുന്നത്. നിലവിലെ 4 സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം പുതിയ മണ്ഡലങ്ങൾ വിജയിക്കാൻ LDF-ഉം സമ്പൂർണ്ണ ആധിപത്യത്തിനായി UDF നടത്തിയ ബലപരീക്ഷണം സംസ്ഥാന ഭരണം ആർക്കെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. 30 നിയമസഭാ മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ
ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 89.08% പേർ വോട്ട് ചെയ്തു. അസമിൽ പോളിംഗിൽ 85.04%. അസമിലെ 126 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. കർണാടക, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. കർണാടകയിലെ ബഗൽകോട്ട്, ഭാവൺഗരെ, സൗത്ത് മണ്ഡലങ്ങളിലും നാഗാലാൻഡിലെ കൊരിങ്ഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നീ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംവരണം നടപ്പിലാക്കുന്നതിൽ വരുന്ന ഏതൊരു കാലതാമസവും അങ്ങേയറ്റം നിർഭാഗ്യകരമാകുമെന്നും വനിതാ സംവരണ ബിൽ ചർച്ച ചെയ്യാനും പാസാക്കാനും ഈ മാസം 16-ന് പാർലമെന്റ് യോഗം വിളിച്ചു ചേർത്തതായും സാമൂഹ്യ മാധ്യമ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സത്യപ്രകാശ് TL. പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് മരുന്നുകളുടെ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. LPG വഹിച്ചുകൊണ്ടുള്ള ഗ്രീൻ ആശ എന്ന ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി നവി മുംബൈയിൽ എത്തിയതായി തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ മുന്നറിയിപ്പ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലെബനിലേക്ക് നീട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലും US ഇക്കാര്യം തള്ളിയതായി റിപ്പോർട്ടുണ്ട്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷ അന്തർ സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലെ 4 പ്രധാന സമിതികളിലേക്ക് ഇന്ത്യക്ക് എതിരില്ലാത്ത വിജയം. ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐകകണ്ഠേനയാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള സമിതിയിലേക്ക് മുൻ നയതന്ത്രജ്ഞ പ്രീതി ശരൺ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പുറമെ കമ്മീഷൻ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ്, കമ്മിറ്റി ഓൺ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, കമ്മിറ്റി ഫോർ പ്രോഗ്രാം ആൻഡ് കോർഡിനേഷൻ എന്നീ സമിതികളിലും ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യൻ വനിതകൾ. 4 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യ. മംഗോളിയയിൽ നടന്ന മത്സരത്തിൽ മീനാക്ഷി ഹൂഡയും പ്രീതി പവാറും പ്രിയ ഗംഗസും അരുന്ധതിയുമാണ് സ്വർണം നേടിയത്. ജയ്സ്മിനും അൽഫിയർ ഫർഹാനും വെള്ളി മെഡൽ നേടി. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC മുംബൈ സിറ്റി മത്സരം ആരംഭിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രീലങ്കൻ ആരോഗ്യ മാധ്യമ മന്ത്രി നലിന്ദ ജയതിസ ഇന്ന് ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയം സന്ദർശിച്ചു. സീഡാക് ഇന്ത്യയും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും ചേർന്ന് സഞ്ജീവനിയെയും ഹെൽത്ത് കിയോസ്കുകളെയും കുറിച്ച് വിശദീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIBയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. കേന്ദ്ര സർക്കാർ അത്തരമൊരു നിക്ഷേപ പ്ലാറ്റ്ഫോമോ പദ്ധതിയോ അംഗീകരിച്ചിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. ഒടുവിലെ കണക്ക് പ്രകാരം 77.38% പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അസമിൽ 84%, പുതുച്ചേരിയിൽ 86.92% പോളിംഗ്. വനിതാ സംവരണ ബിൽ ചർച്ച ചെയ്യാനും പാസാക്കുന്നതിനുമായി ഈ മാസം 16-ന് പാർലമെന്റ് സമ്മേളിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലെബനനിലേക്ക് നീട്ടണമെന്ന് ഇറാൻ. ആവശ്യം ഇസ്രായേലും US തള്ളിയതായി റിപ്പോർട്ട്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മെഡലുകളുമായി ചരിത്ര നേട്ടത്തിൽ ഇന്ത്യൻ വനിതകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.